സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ന്യൂസ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കാണാനുണ്ടായി. രണ്ട് പൊട്ടന്മാരാണ്. ഒരു സുനിൽ വളയാർ, പിന്നെ വേറൊരുത്തൻ, അവൻ്റെ പേരതി കാണിക്കുന്നില്ല, ആരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയണം. സാങ്കല്പിക ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഈ ലോകത്തിന് ഇന്ത്യക്കുള്ള വിലയും നിലയും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പൊട്ടന്മാരാണ്. മെനഞ്ഞാന്നാണ് നരേന്ദ്രമോദി വന്നത്. നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകാനുള്ള ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്നത് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അമിത്ഷാ അന്ന് അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അമിത്ഷാ ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഈ പൊട്ടന്മാർ പറയുകയാണ് നരേന്ദ്രമോദി എന്തോ ആണ്, അതായത് അഫ്ഗാനിസ്ഥാൻ നമ്മളെ കൂടെ നിൽക്കും, പാകിസ്ഥാന്റെ ഭൂമി നമുക്ക് പിടിച്ചു തരും. എടാ പൊട്ടന്മാരെ, നിങ്ങളൊക്കെ ഏതിൽ ദുനിയാവിലാണ് ജീവിക്കുന്നത്? ഒരു വിവരം വേണ്ടേ? ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ഇവിടെ മഹാന്മാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇവിടെ വേണമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ പിടിക്കാം, ഇംഗ്ലീഷ് പിന്നെ അഫ്ഗാനിസ്ഥാനെ ഇന്നുവരെ ലോകത്തിൽ ആരും കീഴടക്കിയിട്ടില്ല. അവരെ കൂട്ടുകാരായിട്ട് ആരെങ്കിലും പിടിക്കും അഫ്ഗാനിസ്ഥാന്? അത് അവിടെ നിൽക്കട്ടെ. പാകിസ്ഥാനെ ആക്രമിച്ച് പിടിക്കാം, ബർമയെ ആക്രമിച്ച് പിടിക്കാം, പിന്നെ നേപ്പാളിനെ ആക്രമിച്ച് പിടിക്കാം, ശ്രീലങ്കയെ ആക്രമിച്ച് പിടിക്കാം. അങ്ങനെ ഏതെല്ലാം കാര്യം. ഇന്ത്യ ഭയങ്കര ശക്തിയല്ലേ? ഇന്ത്യ ശക്തമായ ഒരു രാജ്യമാണ്. ആവശ്യം പോലെ പിന്നെ വെൽത്തും, അതായത് സമ്പത്തും, ആവശ്യം പോലെ മിലിറ്ററി ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അമേരിക്കക്കാരൻ വിചാരിച്ചാലാ ഇന്ത്യയെ പിടിക്കണമെന്ന്? പണ്ട് ബ്രിട്ടീഷുകാരൻ വന്ന് ഇന്ത്യയെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. എത്ര വർഷം ഭരിച്ചിരുന്നു? പിന്നെ ഇവിടെ ആഭിചാരവും മറ്റതും മറിച്ചതും ഒക്കെ സത്യമാണെന്ന് ഈ തെണ്ടിപ്പട്ടികൾ പറയുന്നു. യവന്മാരൊക്കെ ഏത് ദുനിയാവിലാണ് ജീവിക്കുന്നത്? അപ്പൊ ഈ ആഭിചാരം ചെയ്ത് ഇംഗ്ലീഷുകാരെ നിങ്ങൾ ഓടിക്കാത്തത്? ചൈന ഇപ്പൊ ഇന്ത്യയുടെ ആയിരക്കണക്കിന് കിലോമീറ്റർ പിടിച്ചു വെച്ചിരിക്കുന്നു. ആ സ്ഥലം തിരിച്ചു പിടിക്കണമെന്നുള്ളതല്ല, ബംഗ്ലാദേശിന്റെ സ്ഥലം പിടിക്കുക, പിന്നെ പാകിസ്ഥാന്റെ സ്ഥലം പിടിക്കുക. എടാ, അതായത് പിന്നെ തോറാത്തോന്ന് തോറിയ തീട്ടം കൊണ്ട് ആറോട്ടെന്ന് പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബുദ്ധിയും വിവരവും വേണം. മനുഷ്യന് ബുദ്ധി ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് ചിന്തിച്ച് പ്രവർത്തിക്കാനാണ്. നമ്മളെന്ന് പറയുന്നത് ഒരു രാജ്യവും ആക്രമിക്കാൻ പോയിട്ടില്ല, ഒരു രാജ്യവും ആക്രമിച്ച് പിടിച്ചിട്ടുമില്ല. അതാണ് നമ്മുടെ ചരിത്രം. അത് നീ ചരിത്രം നിനക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്ത്യയുടെ യശസ് എന്ന് പറയുന്ന ഉയർത്തിപ്പിടിച്ച ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും മൊറാർജി ദേശായിയും ഒക്കെ ഉണ്ടായിരുന്നു. നിന്റെ ഈ